നമസ്കാരം. ഞാൻ ഡോക്ടർ റോഷ്ന. പീരീഡ്സ് തെറ്റി വരുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ പലപ്പോഴും പലരും വളരെയധികം ടെൻഷൻ അടിച്ചിട്ട് നമ്മുടെ ഒ.പിയിൽ വരാറുണ്ട്. പീരീഡ്സ് മാറാനായിട്ടുള്ള ഒരു കാര്യം അതിൻ്റെ ഡേറ്റ് മാറുന്നതിൻ്റെ എന്തായിരിക്കും റീസൺ? PCOD ഒന്നുമില്ല, അല്ലെങ്കിൽ വല്ല ഹോർമോണൽ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത ഒരാളാണ്. ഇനിയിപ്പോൾ പ്രഗ്നൻസി അതാദ്യം റൂൾ ഔട്ട് ചെയ്യണമല്ലോ. പീരീഡും അല്ല, പ്രഗ്നൻസി അല്ല, പിന്നെന്തുകൊണ്ടാണ് ഈ പീരീഡ്സ് ലേറ്റ് ആവുന്നത് ഡോക്ടറെ എന്നുള്ളതാണ് മിക്ക ആൾക്കാരുടെ ഒരു സംശയം. അപ്പോൾ അതിന് വളരെ ചെറിയൊരു റീസൺ, നമ്മളത്ര ശ്രദ്ധയിൽപ്പെടാത്തൊരു കാര്യമാണ്. 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, നമ്മുടെ ബോഡി വെയ്റ്റ്. ഈ ബോഡി വെയ്റ്റ് ഭയങ്കര റോളുണ്ട് നമ്മുടെ പീരീഡ്സ് ആവുന്നതിൽ കേട്ടോ. അതായത് ബോഡി വെയ്റ്റ് പെട്ടെന്ന് കൂടിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ ബോഡി വെയ്റ്റ് വല്ലാണ്ട് കുറഞ്ഞു കഴിഞ്ഞാലോ ഇതിലേതായാലും നമ്മുടെ പീരീഡ്സിനെ ഇത് ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഡേറ്റ് കറക്റ്റ് ആവാണ്ടെയും ഡേറ്റ് തെറ്റിയിട്ടുമൊക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ അടുത്തൊരു റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് തന്നെ ബോഡി വെയ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. നമ്മൾ അധികമായിട്ട് അധ്വാനിച്ചിട്ടുള്ള ദിവസം, കുറേ ഫിസിക്കലായിട്ടുള്ള നമ്മൾ കുറേ എക്സസൈസ് ചെയ്തിട്ടുള്ള ദിവസം, നമ്മുടെ ബോഡി ടയേർഡായിട്ടുള്ള ദിവസം, ഇല്ലെങ്കിൽ ഒരു എക്സസൈസുകളും ഇല്ലാതെ വരുമ്പോൾ, നമ്മൾ നോർമലി എപ്പോഴും അധ്വാനിക്കുന്ന ആൾക്കാരാണ്, പറമ്പിലൊക്കെ നടന്ന് അല്ലെങ്കിൽ വീട്ടിലെ ജോലികളൊക്കെ നല്ലോണം ചെയ്യുന്നവരാണ്. എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ പെട്ടെന്ന് ഒരു മടി പിടിച്ചു, അങ്ങനെയൊക്കെ വരുമ്പോഴും ഇങ്ങനെ നമ്മുടെ ശാരീരികമായിട്ടുണ്ടാകുന്ന ഈ 2 വിഷയങ്ങൾ, വളരെ നാച്ചുറലായിട്ടുണ്ടാകുന്ന ഈ 2 വിഷയങ്ങൾ കൊണ്ടും പീരീഡ്സ് ഇറഗുലർ ആകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ അടുത്തൊരു കാരണം എന്ന് പറയുന്നത് സ്ട്രെസ്സാണ്. നമുക്ക് മാനസികമായിട്ട് എന്തെങ്കിലും ഒരു സ്ട്രെസ് ഉണ്ടെങ്കിൽ അപ്പോഴും പീരീഡ്സ് ലേറ്റായി കാണാറുണ്ട്. ഉദാഹരണത്തിന് എക്സാമിൻ്റെ സമയത്ത്, കുട്ടികൾക്കാണെങ്കിൽ എക്സാമിൻ്റെ സമയത്ത് അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഒക്കെ ഈ പീരീഡ്സ് ലേറ്റ് കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നോർമലായിട്ട് ഉണ്ടാവുന്ന ഒരു കാര്യം തന്നെയാണ്. അതല്ലാണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ ഇഷ്യൂസ് ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.